ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ ജേർണൽ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ലാവൻഡർ പേർപ്പിൾ തീമിലാണ് നമ്മൾ ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സ്റ്റിക്കേഴ്സൊക്കെയാണ് ഈ കാണുന്നത്. പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഇഷ്ടമുള്ള തീമിൽ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. പിൻട്രസ്റ്റിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ ഒരു പ്രശ്നം, ഇത് കട്ട് ചെയ്തെടുക്കലാണ്. പക്ഷെ കട്ട് ചെയ്യാതെ വേറെ വഴിയില്ല, കട്ട് ചെയ്യുന്നേ. അങ്ങനെ കട്ട് ചെയ്ത് വന്നപ്പോൾ അതാ ഈ ബലൂണൊക്കെ 2-3 കഷ്ണമായിട്ട് പോയിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഇതൊക്കെ എന്ത് ശരിയാക്കാലോ അല്ലേ. പിന്നെ അതാ ഈ ടൈപ്പ് സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കാരണം ഔട്ടർ കൂടെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. സംഭവം സിമ്പിളാക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്താൽ സംഭവം സിമ്പിളായിട്ട് കൈ കിട്ടും. സ്റ്റിക്കർ കട്ട് ചെയ്തെടുക്കൽ വലിയ സുഖമുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ എല്ലതും ഇങ്ങനെ സിമ്പിളാക്കി കിട്ടിയാൽ പിന്നെ അതിനൊരു സുഖം ഇല്ലല്ലോ. അങ്ങനെ നമ്മളിവിടെ ഒരു കലണ്ടറും കൂടെ പ്രിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂ മന്ത് ഒരു നല്ലൊരു തുടക്കാവട്ടെ എന്ന് കരുതി അങ്ങനെ നമ്മൾ ഈ മെയ് മാസം അങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള സ്റ്റിക്കേഴ്സ് മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല. അതിനുള്ളൊരു ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ആവശ്യമുള്ളത് മാത്രമേ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഈ ബുക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജേർണൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ബുക്കിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ലൈൻസ് ഉള്ള ബുക്കാണ്. ശരിക്കും നമ്മൾ ജേർണൽ ചെയ്യാൻ യൂസ് ചെയ്യുക ലൈൻസ് ഇല്ലാത്ത ബുക്കാണ്. പക്ഷെ കുഴപ്പമില്ല, ഉള്ളതുകൊണ്ട് ഓണം എന്നാണല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ 2-3 കഷ്ണാക്കി മുറിച്ചെടുത്തിട്ടുള്ള ബലൂൺ ഒട്ടിക്കലാണ് ഫസ്റ്റ് ടാസ്ക്. പക്ഷെ നമ്മൾ അതെങ്ങനെങ്കിലും ഒട്ടിച്ചെടുക്കും, അതാണല്ലോ നമ്മളെ പണി. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നം പറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂണിന്റെ സെൻട്രലിൽ അങ്ങോട്ട് ഒട്ടുന്നില്ല. നമുക്കിതൊന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ ആ സെൻട്രലിൽ ഒരു ബീഡ്സ് എടുത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ 3D ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് കലണ്ടർ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടല്ല ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ 3D ടൈപ്പ് അല്ലാത്ത ഡബിൾ സൈഡ് ടാപ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ ആ സ്റ്റോക്ക് തീർന്നുകൊണ്ടാണ് ഞാനിവിടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഈ റിബൺ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള റിബണൊക്കെ നമുക്ക് ഇങ്ങനെ 3D എഫക്റ്റ് പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിത് ഈ ഫ്ലവർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവർ ഇല്ലാത്ത ജേർണൽ എനിക്ക് ചിന്തിക്കാനേ വയ്യ. അതുകൊണ്ട് ഞാനിത് ഈ ഫ്ലവർ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് വേറൊരു ഫ്ലവറും കൂടെ ഞാൻ സ്റ്റിക്ക് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്നത്. മറ്റത് ഞാൻ 3D ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 ഫ്ലവേഴ്സ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ പരിപാടിയുള്ളൂ, ഇതപ്പം തീരും. ഇനി അടുത്ത ഇതാ നമ്മുടെ സ്വന്തം ബട്ടർഫ്ലൈ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിനൊരു വേറൊരു ഭംഗിയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറച്ച് ക്യൂട്ടായി തോന്നാൻ വേണ്ടിയിട്ട് ബട്ടർഫ്ലൈസ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമായിട്ട് നിൽക്കും. അങ്ങനെ ഒരു 2-3 ബട്ടർഫ്ലൈസ് എടുത്തിട്ട് ഞാനിതങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്ലവർ ഒട്ടിച്ചില്ലേ, അതിന് നമുക്കൊരു സ്റ്റെം വരച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു കളർ പെന്നാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലിറ്റർ ടൈപ്പ് വരുന്നൊരു പെന്നാണത്. അപ്പോൾ നമുക്ക് സെയിം കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാനിതാ ഇതുപോലെ ലൈന് വരച്ചു കൊടുത്തിട്ട് ഒരു റിബൺ പോലെ ഒന്നിങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ആർഭാടാക്കാൻ വേണ്ടിയിട്ട് ഞാനതും ഒരു ബീഡ്സും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ബോലും കൂടെ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്താൽ നന്നായിരിക്കും തോന്നി. നമുക്ക് പിന്നെ ആർഭാടിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് പിന്നെയും ഓരോന്ന് ഒട്ടിക്കാനുള്ളൊരു ത്വര അത് തോന്നല്ലോ അല്ലേ. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ട്സ് എഴുതി കൊടുക്കലാണ്. അപ്പം ന്യൂ മന്ത് ആയതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ന്യൂ ആക്കിയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടമുള്ള കോട്ട്സ് ഒക്കെ എഴുതാട്ടോ. നമ്മൾ ജേർണൽ തുറക്കുമ്പോൾ ഒന്ന് മോട്ടിവേഷൻ ആവുന്ന ടൈപ്പ് കോട്ട്സ് എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നായിരിക്കുക. കാരണം നമുക്കത് കാണുമ്പോൾ കുറച്ച് മോട്ടിവേഷനൊക്കെ കിട്ടിയാലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ജേർണൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഇത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.